ഗുഡ് മോർണിംഗ് കൂട്ടുകാരെ. എൻ്റെ ഇന്നത്തെ വീഡിയോയിലോട്ട് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? ഞാൻ കാണിക്കുന്നത് ഇന്നൊരു ഈവനിങ് വ്ളോഗാണ് കേട്ടോ. പക്ഷേ അതിനെക്കുറിച്ചൊന്നുമല്ല സംസാരിക്കുന്നത്. വൈകുന്നേരം തുടങ്ങിയിട്ടുള്ള കുറച്ച് വിശേഷങ്ങൾ, മനി വന്നതിന് ശേഷം, സ്കൂൾ വിട്ട് വന്നതിന് ശേഷമുള്ള വിശേഷങ്ങളൊക്കെയാണ് ഷെയർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എനിക്ക് ഇന്നിങ്ങനെ നിങ്ങളോടൊരു കാര്യം ഇങ്ങനെ സംസാരിക്കണം എന്ന് തോന്നി. അതുകൊണ്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ വീഡിയോ കാണുന്ന കൂട്ടുകാരൊക്കെ തന്നെ ഒന്ന് അവസാനം വരെ വീഡിയോ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ സബ് ചെയ്യാതെ കാണുന്നവരുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കുക കേട്ടോ. ബെല്ലൈക്കണും ആളെന്നുള്ള ഓപ്ഷനും കൂടെ ഒന്ന് ഇനബിൾ ചെയ്യുമ്പോൾ ഞാനിടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് പോവാം അല്ലേ. വിശേഷം ഒന്നും പറയാൻ വേണ്ടിയിട്ടില്ല കേട്ടോ. ഇപ്പോൾ ഒരു 1-2 ദിവസമായിട്ട് വാർത്തകളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു വിഷയമാണ് കേട്ടോ. അത് തന്നെയാണ് എൻ്റെ മനസ്സിലുള്ളതും. അപ്പോൾ അതിനെക്കുറിച്ച് ഇങ്ങോട്ട് സംസാരിക്കാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു കേട്ടോ. സംസാരിക്കാനായിട്ട് വന്നതൊന്നും അല്ല, പക്ഷേ ഞാൻ ഈ വോയിസ് കൊടുക്കുന്ന ആ ഒരു ടൈമിൽ ഈ ഒരു ന്യൂസാണ് ഫുള്ള് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ പേപ്പറിലായാലും ഈ ഒരു ന്യൂസ്, ഫോൺ ഇങ്ങോട്ട് തുറന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു വിഷയത്തിനെ കുറിച്ച് റിയാക്ഷൻ ചെയ്യുന്ന വീഡിയോസ് ആയാലും ന്യൂസ് ആയാലും എന്തൊക്കെ പല രീതിയിലുള്ള ഓരോ കാര്യങ്ങൾ അങ്ങനെ കേൾക്കുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാനും ഇതിനെക്കുറിച്ച് ഒന്ന് സംസാരിക്കാമെന്ന് വിചാരിച്ചു. ആ ഒരു വാർത്ത കേട്ടതിൻ്റെ ഒരു ഇതിലിങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അല്ലാതെ അങ്ങനെ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് സംസാരിക്കാൻ അറിഞ്ഞിട്ടൊന്നുമല്ല വന്നിരിക്കണേ. വിഷയം വേറെ ഒന്നുമല്ല കേട്ടോ. ബാലരാമപുരത്ത് നടന്നിട്ടുള്ള സംഭവമാണ് തിരുവനന്തപുരം. ഉറങ്ങിക്കിടക്കുന്ന 2 വയസ്സുകാരിയെ കിണറ്റിലെറിഞ്ഞ് കൊലപ്പെടുത്തി എന്നുള്ളൊരു ന്യൂസ് ഉണ്ടായിരിക്കുമല്ലോ. ആ ഒരു ന്യൂസാണ് കേട്ടോ ഇപ്പോൾ 2 ദിവസമായിട്ട് ഞാൻ കേട്ടുകൊണ്ടും കണ്ടുകൊണ്ടും ഇരിക്കുന്നത്. ആ ഒരു ഷോക്കിലാണ് കേട്ടോ. അറസ്റ്റിലായത് ആരാണ്? അമ്മയുടെ സഹോദരനും. നമുക്കൊക്കെ എന്താ പറയുക, കുട്ടികളുടെ കാര്യത്തിൽ ഒരു പേടിയില്ലാതെ ജീവിക്കാൻ പറ്റുന്ന ഒരു കാലമല്ല ഇത്. ഏത് കുട്ടികളായാലും വലിയ ആൾക്കാരായാലും പേടിയോടെ മാത്രമേ നമുക്ക് ഇന്നത്തെ കാലത്ത് ജീവിക്കാൻ പറ്റുന്നുള്ളൂ. അത്രയ്ക്കും വാർത്തകളാണ് പേപ്പറിലായാലും മാധ്യമത്തിൽ എന്തിലായാലും വന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് ചില സമയത്ത് തോന്നും ഈ വാർത്തകളൊന്നും കാണണ്ട, പേപ്പറൊന്നും വായിക്കേണ്ട, ന്യൂസൊന്നും കേൾക്കണ്ട എന്നൊക്കെ തോന്നും കേട്ടോ. എന്നാൽ ഇത് നമ്മൾ തുറന്നിട്ടുണ്ടോ? ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ വിഷമകരമായിട്ടുള്ള വാർത്തകൾ മാത്രമേ നമുക്ക് കേൾക്കാൻ പറ്റുള്ളൂ കേട്ടോ. എനിക്കങ്ങനെയാണ്. എന്ത് ന്യൂസ് എടുത്താലും അതെ, എന്തെങ്കിലും ഒന്നും ഇല്ലാത്ത ദിവസമില്ല. അല്ലെങ്കിൽ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നുള്ളൊരു വിഷയം മാത്രമേ നമുക്ക് കേൾക്കാനുള്ളൂ. ഈ കുഞ്ഞു കുട്ടികളൊക്കെ എന്താണ് പറയുക നമ്മളല്ലേ. ഇന്നത്തെ കാലത്ത് ഓരോരുത്തരുടെ മനോഭാവങ്ങളാണത്. കൊച്ചു കുഞ്ഞുങ്ങളോട് പോലും ഇങ്ങനെയൊക്കെ ചെയ്യാൻ തോന്നുകയെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ പിന്നെ വലിയ ആൾക്കാരുടെ കാര്യം പറയാനുണ്ടോ? നമുക്ക് ഒരാളെ സ്വന്തം വീട്ടിലുള്ള ആളുകളെ പോലും വിശ്വസിക്കാൻ പറ്റാത്ത കാലമാണിന്ന്. ഇതിനെക്കുറിച്ചൊക്കെ ആലോചിക്കാൻ നിന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ പിന്നെ അതിന് മാത്രമേ നമുക്ക് നേരം കാണുള്ളൂ. അത്രയ്ക്ക് ന്യൂസുകളാണ് ഓരോ ദിവസം നമ്മൾ കേൾക്കുന്നത്. സ്വന്തം അച്ഛനും അമ്മയും തന്നെ ആയാലും മക്കളോട് ചെയ്യുന്ന ക്രൂരതകളൊക്കെ കണ്ടിട്ടും കേട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ പിന്നെ വേറെ ആരുടെയും നമുക്ക് പറയാൻ പറ്റില്ല. സ്വന്തം അച്ഛനും അമ്മയാണ് ചെയ്യുന്നത്. അങ്ങനത്തെ വാർത്തകൾ നമ്മൾ കേൾക്കുന്നു. പിന്നെ നമ്മൾ വേറെ ആരെന്ത് പറയാനാണ്? അത് കഴിഞ്ഞിട്ടല്ലേ അമ്മയുടെ സഹോദരനായാലും അച്ഛൻ്റെ സഹോദരി ആയാലും ആരും വരുന്നുള്ളൂ. അപ്പോൾ പിന്നെ ആ ഒരു കാര്യത്തിനെ കുറിച്ച് നമ്മൾ കൂടുതലായിട്ട് ചിന്തിച്ചാൽ പോലും നമുക്കൊരു ഉത്തരം കിട്ടില്ല. എവിടെയും നമുക്ക് എത്താൻ പറ്റില്ല. അപ്പോൾ ആ ഒരു വിഷയമാണ് കേട്ടോ 2 ദിവസമായിട്ട് ആലോചിക്കുമ്പോൾ ഭയങ്കര വിഷമമാണ് കേട്ടോ അങ്ങനെയൊക്കെ കേൾക്കുന്നത്. അപ്പോൾ ഏതായാലും ഞാൻ അതിനെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ടൊന്നല്ല വന്നിട്ടുള്ളത്. പക്ഷേ ഇതിങ്ങനെ എപ്പോഴും നമ്മളിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ആ വിഷയത്തിനെക്കുറിച്ച് എന്തെങ്കിലും ഒന്ന് തുറക്കാൻ വേണ്ടിയിട്ട് തോന്നും കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇനി എൻ്റെ വിശേഷങ്ങളിലേക്ക് അങ്ങനെ പോവാമല്ലേ. അപ്പോൾ ഞാൻ വൈകുന്നേരത്തെ വിശേഷമായിട്ടാണ് വന്നിട്ടുള്ളത് എന്ന് പറഞ്ഞല്ലോ. മനി വന്നതിന് ശേഷമുള്ള കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ അവൻ പറയുന്ന കാര്യങ്ങൾ ഞാൻ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. വേറെ ഒന്നുമല്ല, ഇന്ന് സ്കൂളിലുള്ള പരാതികളാണ് കേട്ടോ. പക്ഷെ ഞാൻ കേൾക്കാറുണ്ട് അവൻ എന്താണ് പറയുന്നത് എന്നുള്ളത് കേട്ടോ. നല്ലതായാലും ചീത്തയായാലും ഒക്കെ ഞാൻ കേൾക്കും. അവൻ എല്ലതും വന്ന് പറയുന്നുണ്ടല്ലോ എന്നുള്ളതാണ് എൻ്റെ ആശ്വാസം കേട്ടോ. അതിൽ തന്നെ ഇന്നലെ വളരെ രസകരമായിട്ടുള്ള ഒരു കാര്യം കൂടെ അവൻ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിപ്പോൾ ഏതായാലും ഞാനിവിടെ പറയുന്നില്ല. ഏതായാലും അവൻ എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ടല്ലോ എന്നുള്ളൊരു ആശ്വാസം ഉണ്ട് കേട്ടോ. അപ്പോൾ ആ വിശേഷങ്ങളൊക്കെ കേട്ടുകൊണ്ടാണ് ഞാൻ ഓരോ പണികളും ചെയ്യണത്. പിന്നെ ഇവനിങ്ങനെ ഓരോ കാര്യങ്ങൾ പറയണതിൻ്റെ കൂട്ടത്തിൽ ഇപ്പോൾ മനു സംസാരിക്കണതാണ് എന്നുണ്ടെങ്കിൽ എനിക്ക് നോർമലായിട്ട് ഇതിൽ കാണിക്കാൻ പറ്റും. നേരെ മറിച്ച് അപ്പൂസ് അതിൻ്റെ ഇടയിൽ നമ്മൾ കുട്ടികളെ വോയിസ് അങ്ങനെ പറ്റില്ലല്ലോ. പിന്നെ അത് മാത്രമല്ല, ഇവനിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും കേട്ടോ. മനു എന്തെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ടൈമിൽ ഇവനും പറയാനുള്ളൊരു വ്യഗ്രതയാണ് കേട്ടോ.
അപ്പോൾ അതുകൊണ്ട് ഇവനിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ എനിക്ക് എങ്ങനെയായാലും ഇതിൻ്റെ വോയിസ് കൊടുക്കാൻ പറ്റില്ല. ഇല്ലാന്നുണ്ടെങ്കിൽ ഞാനും മനുവും സംസാരിക്കണ നോർമൽ വോയിസ് ആയിട്ടുള്ളതൊക്കെ ഇതിൽ ഉൾപ്പെടുത്താൻ പറ്റണതായിരുന്നു കേട്ടോ. പക്ഷേ ഇവന് അതിൻ്റെ ഇടയിൽ കയറി കളിക്കുന്നതുകൊണ്ട് അത് പറ്റില്ല. അപ്പോൾ അത് അങ്ങനെ അങ്ങോട്ട് പോട്ടെ കേട്ടോ. അപ്പോൾ അതേ നമ്മൾ തുണിയെടുക്കലും അടിച്ചുവാരലും ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ മനുവിനോട് ഇങ്ങനെ ഫോൺ പിടിച്ചു തരാൻ വേണ്ടിയിട്ട് പറഞ്ഞതായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും അവന് ഓരോ കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ളതല്ലേ. അപ്പോൾ അതുകൊണ്ട് അവനോട് തന്നെ ഞാൻ ഫോൺ പിടിച്ചു തരാൻ പറഞ്ഞു. പിന്നെ ഞാൻ വൈകുന്നേരം ഇന്ന് ചിക്കനും ചപ്പാത്തിയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നോക്കിയ സമയത്ത് ഇഞ്ചി തീർന്നു പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ പോയിട്ട് ഞാനിവിടെ ചെടിച്ചട്ടിയിൽ ഒരു ഇഞ്ചി നട്ടിട്ടുണ്ടായിരുന്നല്ലോ, ഒരു ചെറിയ പീസ്. അപ്പോൾ അതിൽ പോയപ്പോൾ അത്യാവശ്യം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ 2-3 ദിവസത്തേക്ക് ഉള്ളത് ഞാൻ അവിടെ നിന്ന് പൊട്ടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതും കൂട്ടിയിട്ടാണ് ഞാൻ വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ പുറത്തുള്ള പണികളൊക്കെ നമ്മൾ ഇരുടായപ്പോഴേക്ക് തീർത്ത് വന്നതാണ്. പിന്നെ അകത്തുള്ളതൊക്കെ സാവധാനം ചെയ്താൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാനൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചിക്കൻ റെസിപ്പിയുടെ വീഡിയോ. ഞാൻ ആ വീഡിയോ മാത്രമായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കാം. ഞാൻ എന്നാലും ഇതൊന്ന് ജസ്റ്റ് പറയാം കേട്ടോ. ഇത് ഞാൻ സവാളയൊന്നും ചേർക്കാതെയാണ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടായിരുന്നത്. ചെറിയ ഉള്ളിയും അതുപോലെ ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ഞാൻ അരച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് അതിൽ പിന്നെ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്കിതിൽ എണ്ണ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. വെളിച്ചെണ്ണ ഓയിലും ഒന്നും വേണ്ട കേട്ടോ. ഇത് നേരെ ഞാൻ ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾ പാനിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ, ഈ ഒരു ചെറിയ ഉള്ളിയുടെ മിക്സ്. എന്നിട്ട് ആദ്യത്തെ വെള്ളത്തിൻ്റെ അംശമൊക്കെ ഒന്ന് വറ്റുന്ന ആ ഒരു ടൈമിൽ നമുക്കതിൽ തക്കാളി അരച്ചതും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അത് വഴറ്റിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, നമ്മൾ എണ്ണ ഒഴിച്ചില്ല എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതിൻ്റെ ജലാംശമൊക്കെ ഒന്ന് വറ്റി പോണ ആ ഒരു ടൈമിൽ നമുക്ക് ഇതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. ഞാൻ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, കുറച്ച് ചിക്കൻ മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ മഞ്ഞൾപ്പൊടി അങ്ങനെ ഇട്ട് കൊടുത്തതിന് ശേഷം അതൊന്നും ഇങ്ങോട്ട് ആ പച്ചമണം ഒന്നും ഇങ്ങോട്ട് മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഞാൻ ചിക്കൻ ഇട്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ നേരത്തെ തന്നെ ഞാൻ ചിക്കനൊക്കെ ഫ്രിഡ്ജിൽ നിന്ന് തണുപ്പ് പോകാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുത്തു. പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ആ വെള്ളം ഒന്ന് ചൂടായതിന് ശേഷം ഞാൻ അടുത്ത വെള്ളം ഒഴിച്ചു കൊടുത്തു കേട്ടോ. എന്നിട്ട് നമ്മളിത് കുക്കറിലല്ല ഉണ്ടാക്കിയെടുക്കണത്. കുറച്ച് ചിക്കൻ വലിയ പീസായിരുന്നു കേട്ടോ. എന്നാലും കുഴപ്പമില്ല, നമുക്ക് അത്യാവശ്യം കുറച്ച് നേരം ഞാനിങ്ങനെ വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. കുക്കറിൽ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വേറൊരു ടേസ്റ്റിലാണ് വരുന്നത്. അപ്പോൾ നോർമൽ തീ കത്തിച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇനി നല്ല ചെറിയ തീയിൽ അതവിടെ കിടന്നിട്ട് നല്ല രീതിയിൽ തിളച്ച് കുറുകി വരണം കേട്ടോ. അപ്പോൾ നമുക്കതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. പിന്നെ ഞാൻ അതിലേക്ക് ഗ്രാമ്പൂ, പട്ട, ഏലക്കായ, കുറച്ച് കുരുമുളക്, കുറച്ച് ഉലുവ ഇതൊക്കെ ചേർത്തിട്ടൊന്ന് വറുത്തെടുത്തതിന് ശേഷം പൊടിച്ചിട്ട് അതും കൂടെ ചേർത്ത് കൊടുത്തു കേട്ടോ. അങ്ങനെയാണ് ആ ചിക്കൻ കറി ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. ലാസ്റ്റ് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് അതൊന്ന് കുറുക്കിയെടുത്തു. അപ്പോൾ നമ്മുടെ അടിപൊളി ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ തുളിച്ച് കൊടുത്താൽ മാത്രം മതി കേട്ടോ. അത് വേണ്ടവർക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാതെ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചിക്കനും ചപ്പാത്തിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ചപ്പാത്തി ഇന്ന് നല്ല രീതിയിൽ ഫുള്ള് പൊള്ളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ചപ്പാത്തി ഉണ്ടാക്കുന്ന വീഡിയോയൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇത് എല്ലതും ഇങ്ങനെ പൊള്ളച്ച് വരുന്നത് കണ്ടപ്പോൾ, ഫുള്ളായിട്ട് പൊള്ളച്ച് വരുന്നത് കണ്ടപ്പോൾ ഞാൻ ആ പൊള്ള നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് എടുത്തതാണ് കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ എപ്പോൾ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിലും ചപ്പാത്തി ഉണ്ടാക്കുന്ന സമയത്ത് വീഡിയോ എടുക്കുമ്പോൾ ആ ചപ്പാത്തി പൊള്ളയ്ക്കില്ല, അല്ലാത്ത ചപ്പാത്തിയൊക്കെ പൊള്ളച്ചിട്ടുണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെ ദേ നമ്മൾ ഭക്ഷണമൊക്കെ റെഡിയാക്കി വെച്ചു കേട്ടോ. ഇന്നിപ്പോൾ ചപ്പാത്തിയും ചിക്കനും ആണെന്ന് പറഞ്ഞല്ലോ. അപ്പൂസിന് കഞ്ഞിയുണ്ട്, അതുപോലെ ഉപ്പേരിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കിയതിന് ശേഷം അവിടെയൊക്കെ ഒന്ന് വേഗം അങ്ങോട്ട് ക്ലീൻ ചെയ്തെടുക്കുകയാണ് കേട്ടോ. എങ്കിൽ മാത്രമേ ഇവിടെ മനുവിൻ്റെ കൂടെ കുറച്ച് നേരം വായിക്കുമ്പോൾ അത് നോക്കിയിരിക്കാൻ വേണ്ടി പറ്റുള്ളൂ കേട്ടോ. അതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ ഒരു അവൻ വന്നതിന് ശേഷം നമ്മൾ പണികളൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. 4:30-ക്ക് ഒരു 6:30-7 മണിയായപ്പോഴേക്കും ഭക്ഷണത്തിൻ്റെ കാര്യങ്ങൾ കംപ്ലീറ്റ് റെഡി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ പണികളും കഴിഞ്ഞിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇത് അവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ഇട്ടിട്ട് വേണം നമുക്ക് തുണി മടക്കി വയ്ക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ തുണി ഞാൻ നേരത്തെ അങ്ങോട്ട് കൊണ്ടുവന്ന് വെച്ചിട്ടല്ലേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതൊക്കെ ഒന്ന് മടക്കി വെച്ചതിന് ശേഷം അത് എടുത്ത് വെക്കുന്ന വീഡിയോ ആണ് കണ്ടിട്ടുണ്ടായിരുന്നത് കേട്ടോ. പറയും പോലെ തന്നെ ചെറിയ ഡ്രസ്സൊക്കെ മടക്കി വയ്ക്കാൻ അപ്പൂസ് നമ്മളെ പഴയതുപോലെ സഹായിക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവന് ടിവിൻ്റെ മുന്നിൽ ഇരിക്കും. TV കാണാൻ വേണ്ടിയിട്ട് ഇരുത്തിയതല്ല, പക്ഷേ TV അവിടെ വെച്ചാൽ അവനൊരു സമാധാനമാണ് കേട്ടോ. എന്നിട്ട് ഞാൻ അതിൻ്റെ വോളിയം കുറച്ച് വെച്ചു. മനു അവിടെ ഉമ്മർത്ത് വായിക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ അപ്പൂസ് കുറേ ഡ്രസ്സൊക്കെ മടക്കി വെച്ചതിന് ശേഷം അവൻ്റെ കളിയിലേക്കും തിരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ടൈമിൽ ഈ ഡ്രസ്സുകളൊക്കെ ഒന്ന് മടക്കി നമുക്ക് എടുത്ത് വയ്ക്കാം കേട്ടോ. അപ്പോൾ ഇന്ന് ഞാനൊരു ഈവനിങ് വ്ളോഗുമായിട്ടാണ് വന്നിട്ടുള്ളത് പറഞ്ഞല്ലോ. അപ്പോൾ ആ ഒരു വിശേഷങ്ങളൊക്കെയാണ് ഇത്ര നേരമായിട്ട് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്നത്തെ എൻ്റെ കുഞ്ഞു വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഇത്ര നേരം വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്തിട്ടുള്ള എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി നന്ദിയുണ്ട്. തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ടൊക്കെ ഉണ്ടാവണം കേട്ടോ. എങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ വീഡിയോസൊക്കെ ഇപ്പോൾ കുറച്ചൊക്കെ ഒന്ന് കയറി വരുന്നുണ്ട്. എല്ലാം നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണ് കേട്ടോ. അപ്പോൾ തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം.
കഴിഞ്ഞ വീഡിയോയിൽ എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി ഒത്തിരി നന്ദിയുണ്ട് കേട്ടോ. അപ്പോൾ തുടർന്നും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നാളെ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരെ ടാറ്റ ബൈ.